ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലമ്മക്കായി പൊരിച്ചതാണ്. അങ്ങനെ കല്ലമ്മക്കായി നല്ലോണം വൃത്തിയാക്കുക നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അങ്ങനെ കല്ലമ്മക്കായിൻ്റെ രണ്ട് സൈഡും അങ്ങപ്പുറം ഇങ്ങപ്പുറം എല്ലാം പരണ്ടതിന് ശേഷം നടുക്ക് ഇതുണ്ട്. അതിന് ഇങ്ങനെ കത്തിയിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ കല്ലമ്മക്കായി ഇങ്ങനെ പിളർന്ന് വരുള്ളൂ. അങ്ങനെ അതിനുള്ളിലുള്ള ചെറിയൊരു പാമ്പനുണ്ടാവും, പിന്നെ ഒരു കൊച്ചു പോലത്തെ സാധനം ഉണ്ടാവും. അതെല്ലാം എടുത്തിട്ട് വെക്കണം. അങ്ങനെ കല്ലമ്മക്കായ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. അങ്ങനെ നമുക്ക് കല്ലമ്മക്കായൻ്റെ അരി എങ്ങനെയാണ് അരക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തലേ ദിവസം പൊന്നിയരി അന്നേ പുതർത്തിയ ചൂടുവെള്ളത്തിൽ പതക്കുന്ന വെള്ളത്തിൽ അരി പുതർത്തി പിറ്റേന്ന് രാവിലെ നേരത്തെ അങ്ങനെ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തേങ്ങ, 2 ഉള്ളി, വലിയ ഉള്ളി ചെറുങ്ങനെ കഷ്ടാക്കിയിട്ട് വെച്ച് പെരിഞ്ചീരകം, ഉപ്പ് അങ്ങനെ എല്ലാം കൂടിയിട്ട് കുഴച്ചിട്ട് നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് അരക്കുന്ന നല്ല നാടൻ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നെ. അങ്ങനെ ഗ്രൈൻഡറിലിട്ടിട്ട് അരക്കുന്നതാണ്. ചില ആൾ ആമീസ് പൊടിയിൽ പിന്നെ പെരിഞ്ചീരകവും പിന്നെ ഉള്ളിയും തേങ്ങയിലിട്ടിട്ട് ഇതാക്കും. ഞാൻ അതൊന്നും ആക്കാണ്ട് നമ്മളെ പൊന്നരി തലേ ദിവസം ചൂടുവെള്ളത്തിൽ പുതർത്തി വെച്ച് രാവിലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെ കല്ലുമ്മക്കായി നറക്കുന്ന നിങ്ങൾക്ക് കാണിക്കുന്നത്. അങ്ങനെ കല്ലമ്മക്കായി നറക്കുന്ന അങ്ങനെ സൈഡിലാക്കി നമ്മൾ ആവിച്ചമ്പ് ചൂടാക്കാൻ വെച്ച് ചാവിച്ചമ്പെന്ന് അങ്ങനെ നമ്മൾ കല്ലമ്മക്കായി നിറച്ച് നമുക്ക് ആവിച്ചമ്പിലിട്ട് വേവിച്ചെടുക്കാം. 1 മണിക്കൂറോളം പോകണം. നമ്മൾ അടുപ്പിൽ തീപ്പറ്റിച്ചിട്ടാണ് വെക്കുന്നത്. 1 മണിക്കൂറോളം അങ്ങനെ നമ്മൾ ആവിച്ചമ്പിൽ ഇട്ട് വെക്കാം. മറ്റേ കല്ലുമ്മക്കായ നിറച്ച് എല്ലാ കല്ലുമ്മക്കായ നിറച്ച് അതിനെ ആവിയിൽ ചെമ്പിലിട്ടിട്ട് നല്ലോണം വെള്ളം പകുന്നുണ്ട്. 1 മണിക്കൂർ വരെ വേവിച്ചെടുക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ എല്ലാം വെന്ത് നല്ലോണം തണിഞ്ഞ് റെഡിയായതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 2 ടീസ്പൂണ് കാശ്മീരി മുളകും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം അങ്ങനെ നമുക്ക് നല്ലോണം ഇതാക്കിയിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കല്ലുമ്മക്കായ പെരങ്ങാണ്ടിട്ടുള്ള എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ കല്ലുമ്മക്കായൻ്റെ തോടെല്ലാം പോക്കി നമ്മളെ ഈ മുളകിൽ ഇട്ട് ഇത് കുറേ കല്ലുമ്മക്കായ ഉള്ളതുകൊണ്ട് കുറച്ച് ഇതാക്കിയത്. എല്ലാം നമുക്ക് അങ്ങനെ മഞ്ഞൾ, മുളക്, ഉപ്പെല്ലാം ഇട്ട് എല്ലാം പെരക്കി അട വെച്ച് നമുക്ക് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയില ഓയില ഏതിൽ വേണമെങ്കിലും നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള കല്ലുമ്മക്കായ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. ആരും അറിഞ്ഞൂടാ പിടിച്ചൂടാന്ന് പറയേണ്ട സാധാ കല്ലുമ്മക്കായ അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നമ്മൾ തലേ ദിവസം ചൂടുവെള്ളത്തിൽ പൊന്നിയരി നമ്മൾ ചോറ് വെക്കുന്ന പൊന്നിയരിയില്ലേ അത് പുയിങ്ങലരി എന്നാൽ പുതർത്തേണ്ട തലേ ദിവസം. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് 1 തേങ്ങയും 2 വലിയ ഉള്ളി ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് പെരിഞ്ചീരകവും ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചിട്ട് ഇട്ടാൽ നമ്മളെ കല്ലുമ്മക്കായ അടിപൊളി ടേസ്റ്റുള്ള കല്ലുമ്മക്കായ റെഡിയായി. ബൈ.